ലിജോ വിൽസൺ പ്രേമിച്ചു തുടങ്ങിയ കാലഘട്ടത്ത് പ്രേമത്തിന്റെ കാര്യത്തിൽ തീരുമാനിച്ച പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു? ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നുള്ളത് എന്നിട്ട് ആ പെൺകുട്ടീനെ തന്നെയാണോ അല്ല, അത് കഴിഞ്ഞപ്പോ വേറൊരു പ്രണയം സംഭവിച്ചു. ആ കുട്ടീനെ കല്യാണം കഴിച്ചു. ആ പഞ്ചവത്സര പാളി. ഇവിടെ എന്തോരം പഞ്ചവത്സര പദ്ധതികൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പഞ്ചവത്സര പദ്ധതികളും പാളുന്നുണ്ടല്ലോ. ഇപ്പൊ വോട്ടിങ്ങും പരിപാടികളും പല ഇതിലും പലരും പറയുന്നില്ല പാളി എന്നൊക്കെ പറയുന്നില്ല. അതുപോലെ പ്രണയവും പാളി. 2017 ചേട്ടൻ കല്യാണം കഴിക്കുന്നത്. അപ്പം നിവിൻ ചേട്ടനൊക്കെ വന്നായിരുന്നു കല്യാണത്തിനില്ലേ? അപ്പൊ നിവിൻ ചേട്ടൻ എന്ത് ഗിഫ്റ്റ് ആണ് കൊണ്ടുവന്നത്? ഓർമ്മ ഉണ്ടാവും എന്ത് ഗിഫ്റ്റ്? അവൻ ഗിഫ്റ്റ് ഒന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ടേ റൂം മൊത്തം എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ശ്രുതിയും റൂമൊക്കെ ക്ലീൻ ചെയ്ത് കിടന്നുറങ്ങുന്നത് മോർണിംഗ് 5 o'clock റൂം മൊത്തം വൃത്തികേടാക്കി. പക്ഷെ ഭയങ്കര രസമായിരുന്നു. കംപ്ലീറ്റ് ബലൂൺസ് ആയിരുന്നു, ഹൈഡ്രജൻ ബലൂൺസ് ഫുൾ അലങ്കരിച്ചു. അത് അലങ്കാരം അവിടെ മേളിലുണ്ട്, താഴെയാണ് അലങ്കോലം. ഇത് ചെല്ലുമ്പോ ഭംഗിയായിരിക്കും, ഇത് കഴിഞ്ഞ് ഇവന്മാര് കയറി അങ്ങ് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനെ റൂമിനകത്ത് തന്നെ ആയിരുന്നു, എല്ലാവരും റൂമിനകത്ത്. ഞങ്ങള് അവിടെ കുറ്റി അടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇവന്മാര് പോണില്ല. 5 മണി വരെ ഇങ്ങനെ ഇരുന്ന്. ഇവനൊക്കെ എൻ്റെ ഡ്രസ്സൊക്കെ അലമാരിയിരിക്കുന്നത്, പുത്തൻ ഡ്രസ്സൊക്കെ മറ്റേ വിരുന്നിന് പോകാനായിട്ട് എടുത്തിട്ടുണ്ട്. അഴുക്കിലേക്കൊക്കെ എടുത്ത് താഴത്തേക്കൊക്കെ ഇടല്, അങ്ങനെയൊക്കെ എടുത്ത്. അവസാനം ഞാൻ എൻ്റെ തനി സ്വരൂപം ഞാൻ പുറത്തേക്ക് ഇറക്കി, എല്ലാത്തിനും ഇറക്കി. എൻ്റെ ക്ഷമ പരീക്ഷിച്ച് അങ്ങനെ അങ്ങനത്തെ അവനായിരുന്നു അതൊക്കെ അറേഞ്ച് ചെയ്തത്. കംപ്ലീറ്റ് വാഷ്റൂമിൻ്റെ അകത്ത് ക്ലോസറ്റും ഇതൊക്കെ മറ്റേ റാപ്പറില്ലേ, റാപ്പർ വെച്ച് കംപ്ലീറ്റ് ഇത് ചെയ്തെല്ലാം അതെല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ട്. റാപ്പർ വെച്ച് ചുറ്റി ഇത് അതല്ലേ പറഞ്ഞ രാവിലെ 5 മണി വരെ അവരെ കൊണ്ട് തന്നെ ഞാൻ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയത് അതായിരുന്നു തന്നെ. അവന്മാരിത് ചെയ്യാൻ പോലെ അവന്മാര് ഞാനൊന്ന് ചീത്ത വിളിക്കാൻ വേണ്ടി ഇരിക്കുന്നു ഇറങ്ങിപ്പോവാനായിട്ട്. അവര് ഇറങ്ങിപ്പോയി. പിന്നെ നമ്മൾ തന്നെ ക്ലീൻ ആക്കണ്ട്. ഇപ്പം ശ്രുതി ചേച്ചിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ ചേട്ടൻ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കുമ്പോൾ തന്നെ ചേച്ചിനായിട്ടുള്ള ഒരുപാട് പിക്സ് കാണാം. അപ്പം ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചേട്ടൻ ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ബോണ്ട് എങ്ങനെയാ, ഒരു കണക്ഷൻ? ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. പ്രണയത്തിലേക്ക് ആവുന്നതിന് മുമ്പ് സുഹൃത്തുക്കളായിരുന്നു. നല്ലൊരു സൗഹൃദം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പ്രണയവും കല്യാണത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരു കെയർ ഉണ്ട്. ഞാൻ സിനിമയിൽ ഒന്നുമല്ലാത്ത സമയത്ത് തൊട്ട് അറിയുന്ന ആളാണ്. എൻ്റെ ഉയർച്ച താഴ്ചകളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ശ്രുതിയാണ്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കെയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് തീർച്ചയായിട്ടും.